എല്ലാവർക്കും ജ്യൂസ് ആൻഡ് ജാസ്മിനിലേക്ക് സ്വാഗതം. കുട്ടികളുള്ള എല്ലാ വീടുകളിലും മിക്കവാറും കാണുന്ന ഒന്നാണ് അമൃതം പൊടി. ഇതെന്നും കുറുക്കി മാത്രം കൊടുക്കാതെ പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാകും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ടുള്ള ഒരു ഡിഷാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഇത് സ്വാദിഷ്ടവും പോഷകസമൃദ്ധവുമാണ്. നമുക്കിന്ന് അമൃതം പൊടി കൊണ്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കിയാലോ? കുട്ടികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനും മിനറൽസും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കരയാണ്. അത് പലരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് ശർക്കര പാനിയാക്കി എടുക്കാം. അപ്പം ഞാൻ 1 മുറി തേങ്ങയാണ് ഇവിടെ എടുക്കുന്നത്. നിങ്ങൾക്കത് തേങ്ങ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. തേങ്ങ കൂടിയാലും നല്ല സ്വാദായിരിക്കും. അതിന് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടാം. എന്നിട്ട് ഒരുവിധം നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ പാല് നമുക്ക് കൂടുതൽ കിട്ടും. അങ്ങനെ അരച്ചെടുത്ത തേങ്ങ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടും. തേങ്ങാപ്പാൽ പോരെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അല്ല, തേങ്ങാപ്പാൽ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി തേങ്ങ അരച്ച് ചേർക്കാം. അത് നല്ല രീതിയിൽ അരിച്ചെടുക്കാം. 1-2 പ്രാവശ്യമായിട്ട് നല്ല രീതിയിൽ കുറേശ്ശെ ഇട്ട് അരിച്ചെടുക്കാം. അതാണ്ട് നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള നമ്മുടെ അമൃതം പൊടിയാണ്. ഞാനിവിടെ 1 കിലോയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ചിലപ്പോൾ 1 കിലോയുടെയോ 2 കിലോയുടെയോ ഒക്കെ കാണുമായിരിക്കും. ഞാനിപ്പോൾ അതിന് 2 ബൗളാണ് എടുത്തിരിക്കുന്നത്. ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് 2 ബൗൾ മതി എനിക്ക്. എന്നിട്ട് ശകലം അതിനകത്ത് കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാനൊരു ശകലം ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിക്കുക. കുറച്ചൊഴിച്ചാൽ മതി. കുറച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിൽ അത് കട്ടയായിട്ട് കിടക്കും. അവിടെ ഇവിടെയൊക്കെ ആ പൊടി വന്നിട്ട് കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പെട്ടെന്ന് ആ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ, തണുത്ത് കഴിഞ്ഞാൽ കട്ടയായി പോകും. ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. വീണ്ടും പാലൊഴിക്കുക. പാലൊഴിച്ച് മിക്സ് ചെയ്യുക. പാലൊഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കുക. എല്ലായിടവും ഒരുപോലെ യോജിപ്പിക്കുക. കട്ട കെട്ടാതെ നോക്കണം. കട്ട കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇളക്കിയെടുക്കാൻ. അപ്പോൾ ഒരേ തരത്തിൽ നമ്മൾ വീണ്ടും പാലൊഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ ശർക്കരപ്പാനി ഉണ്ടാക്കി ചേർക്കണം. അമൃതം പൊടിക്ക് മധുരമുണ്ടല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ച് ശർക്കരയെ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് നമ്മൾ ഇഡ്ഡലിയുടെ ഒരു പരുവമുണ്ടല്ലോ, ഇഡ്ഡലിയുടെ മാവ് റെഡിയാക്കി എടുക്കുന്ന ഒരു പരുവം, ആ പരുവത്തിലാണ് നമുക്കിവിടെ ഇത് കിട്ടേണ്ടത്. കുറച്ചുകൂടി തേങ്ങാപ്പാൽ തീർന്നാൽ കുറച്ചുകൂടി വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ റെഡിയാക്കാം. അങ്ങനെ നന്നായിട്ട് ഇളക്കി ഇപ്പോൾ ഒരുവിധമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ കട്ടകളായിട്ട് കിടപ്പുണ്ട് അവിടെ. അതുകൊണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു 4 ഏലക്കായുടെ അരി മാത്രമാണ് ഇടുന്നത്. 4 ഏലക്കായുടെ അരിയും കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കിസ്മിസോ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഇടാം. പിന്നെ ഒരു ശകലം സോഡാപ്പൊടി, 1 നുള്ളു സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ ഇവിടെ മാറ്റി വെച്ചു. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒന്ന് പതഞ്ഞ് പൊങ്ങി വരും. അപ്പോഴേക്കും നമുക്ക് ഇഡ്ഡലി തട്ടൊക്കെ ഒന്ന് എണ്ണ തേച്ച് എടുത്ത് വെക്കാം. അതാണ്ട് നമ്മുടെ മാവൊക്കെ കുറച്ച് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്.
എന്നിട്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഗ്യാസിലോട്ട് വെച്ച് ഓണാക്കിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ എല്ലായിടത്തും വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടി അവിടെ ഇവിടെയൊക്കെ കട്ട കെട്ടിപ്പോവും. എന്നിട്ട് നമുക്ക് എല്ലാ തട്ടും എടുത്ത് ഒഴിച്ചു വെക്കാം. അതാണ്ടേ നമ്മുടെ സ്വാദിഷ്ടമായ കിണ്ണത്തപ്പം റെഡി. കണ്ടാൽ തന്നെ എല്ലാവർക്കും കഴിക്കാൻ തോന്നുന്ന കിണ്ണത്തപ്പം, മനോഹരമായ കിണ്ണത്തപ്പം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന കിണ്ണത്തപ്പമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകിട്ട് സ്നാക്സായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. നല്ല സ്വാദിഷ്ടമായതാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. ഇതുപോലെ പല പലഹാരങ്ങളും അമൃതം പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അത് വരും വീഡിയോകളിൽ നമുക്ക് കാണാം.